So welcome students. So we'll be starting our semester 3 topics, and I'll be taking this module entitled Phase Equilibrium, which is actually the module 6 in the syllabus. ഞാൻ എടുക്കാൻ പോകുന്നത് module 6 ആണ്. അതായത് മോഡ്യൂളിന്റെ പേര് എന്ന് പറയുന്നത് ഫേസ് ഇക്വിലിബ്രിയം എന്നാണ്. ഈ മോഡ്യൂളില് നമ്മള് ഫേസിനെ കുറിച്ചാണ്, ഫേസ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് മോഡ്യൂളിന്റെ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ ഫേസ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ദിസ് ആക്ച്വലി ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് തെർമോഡൈനാമിക്സ്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിനെ കുറിച്ച്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ അതില് എന്താണ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അപ്പൊ നമ്മള് ഒരു സീസോ, രണ്ടുപേരെ അപ്പുറത്തേക്ക് ഇരുന്ന് ആടുന്ന സീസോ ഉണ്ടല്ലോ. അപ്പൊ അതില് ഇപ്പൊ രണ്ടു പേര് ആക്ച്വലി ഒരാള് വളരെ വെയിറ്റ് കുറഞ്ഞതും മറ്റേ ആള് വെയിറ്റ് കൂടിയൊരു ഏകദേശം ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. അവിടെ ഒരിക്കലും ഒരു ഇക്വിലിബ്രിയം ഇല്ല. കാരണം ഇയാളിരിക്കാൻ തട്ട് താഴ്ന്നു തന്നിരിക്കും, ഇയാളിരിക്കുന്ന വെയിറ്റ് കുറഞ്ഞ ആള് പൊന്തി തന്നെ ഇരിക്കും. അപ്പൊ അത് ഒരിക്കലും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുന്നത്? ഏകദേശം രണ്ടുപേരെ ഈക്വൽ വെയിറ്റ് ഉള്ള രണ്ടുപേര് ഇരിക്കുമ്പോഴാണ് ഇതിങ്ങനെ സ്വിങ് ചെയ്യുന്നത്, ഈ സീസോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും അത് ഏകദേശം ഒരു ഇക്വിലിബ്രിയം ആണ്, അത് ഏകദേശം ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇക്വിലിബ്രിയം എന്ന, ഇത് ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു റിയാക്ഷൻ വിച്ച് ഇസ് റിവേഴ്സിബിൾ, അതായത് റിയാക്ടൻസ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് സിയും ഡിയും എന്ന് പറയുന്ന രണ്ട് പ്രോഡക്ട്സ് ഉണ്ടാവും. ഇനി സിയും ഡിയും തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് if it get back A and B, the two reactants, then it is a reversible reaction. അതായത് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാവുന്നു, പ്രോഡക്ട്സ് തമ്മിൽ റിയാക്ട് ചെയ്തത് തിരിച്ച് റിയാക്ടൻസ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ പറയും the reaction proceeds in the forward direction as well as in the backward direction. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡയറക്ഷനിലും സഞ്ചരിക്കും. അപ്പൊ ആദ്യം റിയാക്ഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ റിയാക്ടൻസ് മാത്രമേ ഉള്ളൂ, എയും ബിയും മാത്രമേ ഉള്ളൂ, പ്രോഡക്ട്സ് ഉണ്ടായിട്ടില്ല. അപ്പൊ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും സഞ്ചരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രോഡക്ട്സ് ഉണ്ടായി തുടങ്ങും. ആ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ പതുക്കെ കൂടി തുടങ്ങും. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി തുടങ്ങുമ്പോൾ ഈ പ്രോഡക്ട്സ് തമ്മിൽ റിയാക്ട് ചെയ്ത് റിയാക്ടൻസ് ആയി തിരിച്ച് റിയാക്ടൻസ് ആയി മാറാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ പതുക്കെ പിക്ചറിലോട്ട് വരും. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ, അപ്പൊ ആദ്യം ഫോർവേഡ് ഡയറക്ഷൻ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടി അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആദ്യം ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ആയിരിക്കും കൂടുതൽ, കുറച്ച് കഴിയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് പതുക്കെ കൂടും. പിന്നെ സംഭവിക്കുന്നത് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ദെൻ വി സേ ദാറ്റ് ദ റിയാക്ഷൻ ഹാസ് റീച്ച്ഡ് ഇക്വിലിബ്രിയം. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയും. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസമില്ല, പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷനിലും വ്യത്യാസമില്ല. There is no change in the concentration of the product, there is no change in the concentration of the reactant. Then we say that the reaction has reached equilibrium. അപ്പൊ നമ്മൾ ആക്ച്വലി നമുക്ക് തോന്നുന്നത് റിയാക്ഷൻ നടക്കുന്നില്ല എന്നാണ്. റിയാക്ടൻസിന് യാതൊരു വ്യത്യാസമില്ല, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനിൽ മാറ്റമൊന്നുമില്ല. So we expect there's no reaction is taking place, but this is not actually the case. The reaction is still taking place, but the case situation is the rate of forward reaction is equal to the backward reaction. അപ്പോഴും റിയാക്ഷൻ ആക്ച്വലി നടക്കുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് റിയാക്ഷന്റെ, ഫോർവേഡ് റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആയത് കാരണം we think that we see that there is no change in the concentration of the product and the reactant. Okay. അപ്പൊ അതൊരു കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഹെട്രോജീനിയസ് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ ഫേസ് ഇക്വിലിബ്രിയം ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഫേസ് ഇക്വിലിബ്രിയം ആക്ച്വലി യൂസ്ഡ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് എ ഹെട്രോജീനിയസ് സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഹെട്രോജീനിയസ് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു കണ്ടീഷനിൽ അതിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്, ഒരു ബ്രാഞ്ച് ആണ് ഈ ഫേസ് ഇക്വിലിബ്രിയം. ടോപ്പിക്കാണ് ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ അതില് this phase equilibrium can provide us with the knowledge of phase composition and phase stability as a function of temperature, pressure and composition. അത് ആ സിസ്റ്റത്തിലുള്ള ഫേസുകളുടെ കോമ്പോസിഷനും അതിന്റെ ഫേസിന്റെ സ്റ്റെബിലിറ്റി,
ടെമ്പറേച്ചർ, പ്രഷർ, കോമ്പോസിഷൻ അനുസരിച്ച് ഇതെങ്ങനെയാണ് ഫേസിന്റെ സ്റ്റെബിലിറ്റിയും കോമ്പോസിഷൻ മാറുന്നത് എന്ന് ഈ ഫേസ് ഇക്വിലിബ്രിയം നമ്മളെ ഇൻഫോം ചെയ്യും. And one of the most important sources of information concerning the behavior of elements, compounds and solution. ഇത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ആണ്, which can explain the behavior of elements, compounds and solutions. അതായത് ഇപ്പൊ ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ഗ്യാസ് തിരിച്ച് സോളിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓരോ കണ്ടീഷനിലും എങ്ങനെയാണ് ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒക്കെ മാറുമ്പോൾ എങ്ങനെയാണ് ഈ ഫേസസിൽ ചേഞ്ച് വരുന്നത് എന്നുള്ള ഒരു ബിഹേവിയർ എക്സ്പ്ലനേഷൻ ഈ ഫേസ് ഇക്വിലിബ്രിയം നമുക്ക് തരും. അതാണ് ഫേസ് ഇക്വിലിബ്രിയത്തിന്റെ ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ ഫേസ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാനിപ്പോ ആ പേര് തന്നെയുണ്ട്, ഒരു കുറച്ച് ടെർമിനോളജി നമുക്ക് അറിയാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഫേസ് എന്ന് പറയുന്ന ഒരു ടേം തന്നെയാണ്. ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയും, ഫേസ് എന്ന് പറയും. നമ്മളിപ്പോ പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഫേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ആക്ച്വലി എന്താണ് ഫേസ് എന്ന് പറഞ്ഞില്ല. രണ്ടാമത് കമ്പോണൻസ് എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. കമ്പോണൻസ്, വാട്ട് യു മീൻ ബൈ ദ നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻ എ സിസ്റ്റം? ഒരു സിസ്റ്റത്തില് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഫേസ് പറഞ്ഞു. മൂന്നാമത്തത് ഫേസ് റൂൾ, വിച്ച് ആക്ച്വലി മീൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡം, വിച്ച് ആക്ച്വലി ഇൻഡിക്കേറ്റ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഫേസ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഫേസിനെ കുറിച്ച് പറയാം. അപ്പോ ഇതില് നമ്മൾക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഫേസിനെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ എ ഫേസ്? അപ്പൊ അതിനു മുമ്പ് നമ്മൾ തെർമോഡൈനാമിക്സ് ഓൾറെഡി മൈറ്റ് ഹാവ് സ്റ്റഡിഡ് അബൌട്ട് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് സിസ്റ്റവും സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് വിച്ച് ഇസ് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് which is separated from other parts of the universe by means of well-defined boundaries. അതായത് സിസ്റ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ്, വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആ പാർട്ട്, യൂണിവേഴ്സിന്റെ പാർട്ടിനെയാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ആ സിസ്റ്റത്തിന് പുറത്തുള്ള ഇതിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സറൗണ്ടിങ് ഷുഡ് ഹാവ് എ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ദ സിസ്റ്റം. സിസ്റ്റം ആയിട്ട് ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ സറൗണ്ടിങ്സിന് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തെർമോഡൈനാമിക്സ് പറയുന്ന കേസിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന രണ്ട് ടേംസ് ആണ് സിസ്റ്റവും സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതില് നമ്മള് ഫേസ് എന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ബൈ ദ ടേം ഫേസ്? എന്താണ് ഫേസ് എന്ന് നമ്മൾ പറയുന്നു? അപ്പൊ ഫേസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ any homogeneous and physically distinct part of a system which is bounded by a surface and is mechanically separable from other parts of the system. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഒരേപോലെ ഇരിക്കുന്ന ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ ഇരിക്കില്ല. അപ്പൊ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരേപോലെ ഇരിക്കുന്ന അതിനാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, ഹോമോജീനിയസും ഹെറ്ററോജീനിയസും. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ ഒരേപോലെ ഇരിക്കുന്ന ആ ഭാഗത്തിനെ നമ്മൾ ഒരു ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഫേസ് ഇസ് ആക്ച്വലി ആൻ ഹോമോജീനിയസ് ആൻഡ് ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് പാർട്ട് ഓഫ് എ സിസ്റ്റം. അതായത് സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ ഹോമോജീനിയസ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ഹോമോജീനിയസ് പാർട്ടിനെ നമ്മൾ ഒരു ഫേസ് ആയിട്ടും രണ്ടാമത്തെ ഹോമോജീനിയസ് പാർട്ടിനെ രണ്ടാമത്തെ ഫേസ് ആയിട്ടും വേറൊരു ഹോമോജീനിയസ് പാർട്ടിനെങ്കിൽ അതിനെ മൂന്നാമത്തെ ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോജീനിയസ് പാർട്ട് മറ്റേ ഹോമോജീനിയസ് പാർട്ടിൽ നിന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. ബിക്കോസ് ദർ ഇസ് എ ക്ലിയർ ബൗണ്ടറി ബിറ്റ്വീൻ ദ ടു ഫേസസ്. രണ്ട് ഫേസ് തമ്മിൽ ക്ലിയർ ബൗണ്ടറി ഉണ്ട്. കാരണം ഒരു ഫേസ് ഒരു ഹോമോജീനിയസ് പാർട്ടും മറ്റേ ഫേസ് രണ്ടാമത്തെ ഒരു ഹോമോജീനിയസ് പാർട്ടും. അപ്പൊ ഇവര് തമ്മിൽ ക്ലിയർ ആയിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ യു ക്യാൻ ആക്ച്വലി മെക്കാനിക്കലി സെപ്പറേറ്റ് വൺ ഫേസ് ഫ്രം അനദർ. ഒരു ഫേസിനെ മറ്റൊരു ഫേസിൽ നിന്ന് നമുക്ക് മെക്കാനിക്കലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഫേസിന്റെ ക്ലിയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: any homogeneous and physically distinct part of a system which is bounded by a surface and is mechanically separable from other parts of the system. This is the definition for phase. അപ്പൊ ഫേസ് നോക്കിയിട്ടാണ് നമ്മൾ സിസ്റ്റത്തിനെ ഹോമോജീനിയസ് എന്നോ ഹെട്രോജീനിയസ് ആയിട്ടോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ഫേസ്. ഒരു സിസ്റ്റത്തിൽ ആകെ ഒരു ഫേസ് ഉള്ളെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നു. ആൻഡ് ഇഫ് ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഫേസ്, ഒന്നിൽ കൂടുതൽ ഫേസ് ഉണ്ടെങ്കിൽ then you classify that system as a heterogeneous system. അങ്ങനെയാണ് ഈ ഫേസ് നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി സിസ്റ്റത്തിനെ ഹോമോജീനിയസ് എന്നും ഹെറ്ററോജീനിയസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്.
അപ്പൊ അതില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേസിനെ കുറിച്ച് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് ഐസ് ആൻഡ് വാട്ടർ, ഐസും വാട്ടറും അതൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ. ആ സിസ്റ്റത്തിൽ ഐസും ഫോർ എക്സാമ്പിൾ ബീക്കർ ഐസും വാട്ടർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യും. അപ്പൊ ഐസും വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ രണ്ട് ഫേസ് ആണ്. കാരണം ഐസ് ഒരു സോളിഡ് ഫേസും വാട്ടർ ഒരു ലിക്വിഡ് ഫേസും ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി ഐസ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഒരു ഹോമോജീനിയസ് പാർട്ടാണ്, ലിക്വിഡ് വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ മറ്റൊരു ഹോമോജീനിയസ് പാർട്ടാണ്. ഈ ഐസും വാട്ടറും ഒരിക്കലും മിക്സിബിൾ ആവില്ല. അപ്പൊ നമുക്ക് ഇവർ തമ്മിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റും. ഐസിനെ വാട്ടറിൽ നിന്ന് നമുക്ക് മെക്കാനിക്കലി സെപ്പറേറ്റ് ചെയ്യാനും പറ്റും, സോളിഡ് ഫേസ് ലിക്വിഡ് ഫേസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു സിസ്റ്റത്തിൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ, സോളിഡ് ഐസ് ആൻഡ് ലിക്വിഡ് വാട്ടർ, then it is an heterogeneous system. അതൊരു ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്. അതിൽ രണ്ട് ഫേസ് ഉണ്ട്, ഒന്ന് സോളിഡ് ഫേസും മറ്റേത് ലിക്വിഡ് ഫേസും. അപ്പൊ അത് രണ്ട് ടു ഫേസ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഇനി എ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ, നൈട്രജന്റെ ഓക്സിജന്റെ ഒരു മിക്സ്ചർ, രണ്ടും ഗേഷ്യസ് കമ്പോണന്റ് ആണ്. രണ്ട് ഗ്യാസ് ഏത് രീതിയിൽ നമ്മൾ മിക്സ് ചെയ്താലും അത് അവിടെ എപ്പോഴും ഹോമോജീനിയസ് ആയിരിക്കും. കാരണം ഗ്യാസ് എപ്പോഴും മിസിബിൾ ആണ്. ഏത് ടൈപ്പ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും ഗ്യാസസ് ആർ ഓൾവേസ് മിസിബിൾ. അപ്പൊ നൈട്രജൻ, ഓക്സിജൻ, ഇനി അതുകൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എടുത്തു നോക്കാം, ഇറ്റ് വിൽ ഓൾവേസ് ഫോംസ് എ സിംഗിൾ ഫേസ് ബിക്കോസ് ഗ്യാസസ് ആർ ഓൾവേസ് മിസിബിൾ. ഗ്യാസസ് എപ്പോഴും ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ മിക്സ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഒരു ഹോമോജീനിയസ് ഫേസ് ആയിട്ട് മാറും. എത്ര ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് അത് ഹോമോജീനിയസ് ഫേസ് ആയിട്ട് മാറും. അപ്പൊ നൈട്രജൻ ഓക്സിജന്റെ ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒറ്റ ഫേസേ ഉള്ളൂ, അത് ഗേഷ്യസ് ഫേസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സിംഗിൾ ഫേസ് സിസ്റ്റം, അല്ലെങ്കിൽ അതൊരു ഹോമോജീനിയസ് ഫേസ് ആയിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റം ആയിട്ട് പറയും. ഇനി ഓയിലും വാട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓയിലും വാട്ടർ ഒരിക്കലും മിക്സ് ചെയ്യില്ല. വാട്ടർ വിൽ റിമെയിൻ, വാട്ടർ ഡെൻസിറ്റി കൂടുതലായത് കാരണം വാട്ടർ താഴെയും, ഓയിൽ ഡെൻസിറ്റി കുറവായത് കാരണം ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദി ടോപ്പ് ഓഫ് വാട്ടർ. അപ്പൊ രണ്ട് ലിക്വിഡ് ഫേസ് ആണ് അവിടെ, പക്ഷെ there's a clear distinction between the two phases. ആ രണ്ട് ഫേസ് തമ്മിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ പറ്റും, കാരണം അവർ തമ്മിൽ ഒരു ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ രണ്ട് ലിക്വിഡ് ഫേസ്, രണ്ടും ലിക്വിഡ് ഫേസ് ആണ്, പക്ഷെ ഒന്ന് വാട്ടറിന്റെ അക്വസ് ഫേസ്, മറ്റേത് ഓർഗാനിക് അല്ലെങ്കിൽ ഓയിൽ ഫേസ്. അപ്പോൾ രണ്ട് ഫേസ് ആയിട്ട് അതങ്ങനെ കിടക്കും. അപ്പൊ അതിലും രണ്ട് ഫേസ് ആണ്. പക്ഷെ നേരെ മറിച്ച് വാട്ടറും ആൽക്കഹോളും എടുത്തു നോക്കാം, വാട്ടർ ആൽക്കഹോൾ മിസിബിൾ ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, വാട്ടർ ആൽക്കഹോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഫേസ് ആയിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ യു വിൽ ഗെറ്റ് എ സിംഗിൾ ഫേസ്. അപ്പൊ അവിടെ ഒറ്റ ഫേസ് അവിടെ ഉണ്ടാവുള്ളൂ. ഇനി കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്, കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണ്, അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും, സോളിഡ് ആണ്. അതിന്റെ ഒപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഇറ്റ്സ് നോട്ട് ഓക്സിജൻ, തെറ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണ്, കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ഫേസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അത് ഗേഷ്യസ് ഫേസ് ആണ്. അപ്പൊ ഇവിടെ മൂന്ന് ഫേസ് ആണുള്ളത് ആ സിസ്റ്റത്തില്, രണ്ട് സോളിഡ് ഫേസ്, ഒരു ഗേഷ്യസ് ഫേസ്. ഗ്യാസ് എപ്പോഴും മിസിബിൾ ആണെന്ന് പറഞ്ഞു. ഏത് ടൈപ്പ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും മിസിബിൾ ആയിരിക്കും. നേരെ മറിച്ച് രണ്ട് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഇമ്മിസിബിൾ ആണ്, സോളിഡ്സ് തമ്മിൽ മിക്സ് ആവില്ല. അപ്പോൾ സോളിഡ്സ് ഒരിക്കലും മിക്സ് ആവും. അപ്പൊ ഏത് രണ്ട് സോളിഡ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ഓൾവേസ് ഫോം എ ഹെട്രോജീനിയസ് ഫേസ്, രണ്ട് ഹെട്രോജീനിയസ് സിസ്റ്റം ആയിട്ട് അത് ഇരിക്കുള്ളൂ. ഇഫ് യു ടേക്ക് എനി ടു സോളിഡ്സ്, രണ്ട് സോളിഡ്, ഏത് രണ്ട് സോളിഡ് എടുത്തു കഴിഞ്ഞാലും സോളിഡ്സ് എപ്പോഴും ഇൻവിസിബിൾ ആവുള്ളൂ, മിക്സ് ചെയ്യില്ല. ഇറ്റ് വിൽ ഓൾവേസ് ഫോം എ ഹെട്രോജീനിയസ് സിസ്റ്റം. ഗ്യാസ് എല്ലാ രീതിയിലും മിക്സ് ചെയ്യുക, ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹോമോജീനിയസ് ഫേസ് ആയിരിക്കും. ലിക്വിഡ് മേ ഓർ മേ നോട്ട്, ഇപ്പോൾ വാട്ടർ ആൻഡ് ഓയിൽ മിക്സ് ചെയ്യില്ല, പക്ഷെ വാട്ടർ ആൽക്കഹോൾ മിക്സ് ചെയ്യും. That depends upon the nature of the two compounds. Okay. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മാറും. അപ്പൊ രണ്ട് സോളിഡ് ഫേസും ഒരു ഗേഷ്യസ് ഫേസുമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അത് ത്രീ ഫേസ് സിസ്റ്റമാണ്. അതിൽ മൂന്ന് ഫേസ് ഉണ്ടാവും. കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു സോളിഡ് ഫേസ്, കാൽഷ്യം ഓക്സൈഡിന്റെ മറ്റൊരു സോളിഡ് ഫേസ്, ഓക്സിജന്റെ മൂന്നാമത്തെ ഗേഷ്യസ് ഫേസ് ആയിട്ട് മാറും. അപ്പൊ അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഫേസിന്റെ ഡെഫിനിഷൻ. Homogeneous and physically distinct part of a system which is mechanically separable from other parts of the system is actually known as this phase എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് കമ്പോണൻസ്. വാട്ട് യു മീൻ ബൈ ദ നമ്പർ ഓഫ് കമ്പോണൻസ്? അപ്പൊ കമ്പോണൻസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് the smallest number of chemical species by which the composition of each phase can be explained. അപ്പൊ ഓരോ ഫേസിന്റെയും കോമ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള മിനിമം കെമിക്കൽ
സ്പീഷീസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഓരോ ഫേസിന്റെയും കോമ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് it actually is used to explain the composition of each phase. അപ്പൊ ഓരോ ഫേസിൽ ആ സിസ്റ്റത്തിന്റെ ഓരോ ഫേസിന്റെയും കോമ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള മിനിമം നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസിനെയാണ് നമുക്ക് ഈ കമ്പോണൻസ് എന്ന് പറയുന്നത്. അതപ്പോ അത് കമ്പോണൻസിന്റെ ഒരു ഡെഫിനേഷൻ. അപ്പോ ഈ കമ്പോണൻസിന്റെ ഈ മിനിമം നമുക്ക് ആവശ്യമുള്ള മിനിമം ഒരു സിസ്റ്റത്തിൽ കുറെ കമ്പോണൻസ് ഉണ്ടാവും. അപ്പൊ ആ സിസ്റ്റത്തിലുള്ള ഓരോ ഫേസിന്റെയും കോമ്പോസിഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള മിനിമം കെമിക്കൽ സ്പീഷീസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐസും വാട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഫേസിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഇപ്പൊ ഐസും വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് ഫേസ് ആണ്, സോളിഡ് ഫേസും ഒരു ലിക്വിഡ് ഫേസും ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നമ്പർ ഓഫ് കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? H2O കൊണ്ടാണ്. വാട്ടർ ആണ്, ലിക്വിഡ് വാട്ടർ ആണെങ്കിലും അതും H2O ആണ്. അപ്പൊ അതിലെ നമ്പർ ഓഫ് കമ്പോണൻസ് എന്താണ്? അതിൽ ആകെ ഒരു കമ്പോണന്റേ ഉള്ളൂ, അതായത് അത് H2O ആണ്. അപ്പൊ ആകെ അതില് ആ സിസ്റ്റത്തിന്റെ മൊത്തം രണ്ട് ഫേസ് ഉണ്ടെങ്കിലും അതിന്റെ കോമ്പോസിഷൻ H2O എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കോമ്പോസിഷൻ നമുക്ക് പറയാൻ പറ്റും. കാരണം സോളിഡിന്റെ കോമ്പോസിഷൻ എന്താ? സോളിഡ് ഐസിന്റെ കോമ്പോസിഷൻ എന്താ? H2O ആണ്. ലിക്വിഡ് വാട്ടറിന്റെ കോമ്പോസിഷൻ എന്താ? അത് H2O ആണ്. അപ്പോ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഓരോ ഫേസിന്റെയും കോമ്പോസിഷൻ പറയാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള മിനിമം നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ്, മിനിമം നമ്പർ ആണ്. അതിലൊന്നിൽ കുറെ കെമിക്കൽ സ്പീഷീസ് ഉണ്ടാവും. അതിപ്പോ പക്ഷെ ഓരോ ഫേസിന്റെ കോമ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് മിനിമം നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഈ കോമ്പോസിഷൻ, ഈ കോമ്പോണൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഐസും വാട്ടറും എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് ഫേസ് ഉണ്ട്, പക്ഷെ ഒരു സിംഗിൾ കമ്പോണന്റ് സിസ്റ്റമാണ്. കാരണം അതിൽ ഒറ്റ കമ്പോണന്റ് ഉള്ളൂ, അത് H2O ആണ്. പിന്നെ നൈട്രജൻ ഓക്സിജൻ, ഞാൻ പറഞ്ഞു നൈട്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത് രണ്ട് ഗ്യാഷ്യസ് കമ്പോണന്റ് ആണ്. അത് രണ്ട് ഗ്യാസ് ആയതുകൊണ്ട് ഓൾവേസ് ഫോം എ സിംഗിൾ ഫേസ്, ഒരു ഹോമോജീനിയസ് സിസ്റ്റം. അപ്പൊ അവിടെ ഫേസ് ഒന്നേ ഉള്ളൂ, പക്ഷെ അവിടെ നമ്പർ ഓഫ് കമ്പോണൻസ് എത്രയാണ്? രണ്ടാണ്. ഏതാണ്? നൈട്രജനും ഓക്സിജനും. അപ്പൊ അതില് ആ ഫേസിന്റെ കോമ്പോസിഷൻ പറയാൻ വേണ്ടി നമുക്ക് നൈട്രജന്റെ കോൺസെൻട്രേഷൻ വേണം, ഓക്സിജന്റെ കോൺസെൻട്രേഷനും വേണം. അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നൈട്രജനും ഓക്സിജന്റെ ഇതിലാണ് നമ്മൾ ഫേസിന്റെ കോമ്പോസിഷൻ നമ്മൾ പറയുന്നത്. ഇനി സുക്രോസ് സൊല്യൂഷൻ എടുക്കാം. സുക്രോസ് സൊല്യൂഷൻ എടുത്ത് തന്നെ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കുക. പഞ്ചസാര എടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര സോളിഡ് ആണ്, വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ സുക്രോസ് ഇസ് ആക്ച്വലി സോലബിൾ ഇൻ വാട്ടർ. സോ യു ഗെറ്റ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ. ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ എത്ര ഫേസ് ഉണ്ട്? ഒറ്റ ഫേസ് ഉള്ളൂ, ലിക്വിഡ് ഫേസ് ആണ്. ബിക്കോസ് സുക്രോസ് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ, സോ വിൽ ഗെറ്റ് എ സിംഗിൾ ഫേസ്. അപ്പൊ അവിടെ രണ്ട് ഫേസ് ഉള്ളൂ. പക്ഷെ കോമ്പോസിഷൻ പറയണമെങ്കിൽ അവിടെ നമുക്ക് രണ്ടെണ്ണം വേണം. ഏതിന്റെ? രണ്ട് കെമിക്കൽ സ്പീഷീസ് ആവശ്യമാണ്. അത് ഏതാണ്? സുക്രോസും വാട്ടറും. അപ്പൊ ഇതിന്റെ കോമ്പോസിഷൻ പറയണമെങ്കിൽ യു നീഡ് സുക്രോസ് ആസ് വെൽ ആസ് വാട്ടർ, ടു കെമിക്കൽ സ്പീഷീസ്. അപ്പൊ അവിടെ അത് ഒരു ടു കമ്പോണന്റ് സിസ്റ്റമാണ്. ഇനി കാൽഷ്യം കാർബണേറ്റിന്റെ കേസ് എടുക്കാം. കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഞാൻ ഇത്തിരി പോയത് CO2 ആണ്, ഞാൻ ഇവിടെ ഓക്സിജൻ ഇട്ടിട്ടുള്ളൂ. ദാറ്റ്സ് ആക്ച്വലി മിസ്റ്റേക്ക്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എത്ര ഫേസ് ഉണ്ട്? 3 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കമ്പോണൻസ് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 കമ്പോണന്റ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം അവിടെ 3 കമ്പോണന്റ് ഇല്ലേ? കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എന്ന് പറയുന്ന 3 കമ്പോണൻസ് ഇല്ലേ എന്ന് ചോദിക്കാം. ആക്ച്വലി അവിടെ 3 കമ്പോണൻസ് ഉണ്ട്, പക്ഷെ ആ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഇവിടെ 2 കമ്പോണൻസും മതി. അതായത് ഒന്നുകിൽ കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഓക്സൈഡും, അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും. ഏതെങ്കിലും 3 എണ്ണത്തിലെ ഏതെങ്കിലും 2 കമ്പോണന്റ് വെച്ച് ഇതിന്റെ കോമ്പോസിഷൻ നമുക്ക്, ഫേസിന്റെ കോമ്പോസിഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവിടെ ഒരു 2 കമ്പോണന്റ് സിസ്റ്റമാണ്. കാരണം ഇതൊരു ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റിന്റെ മോളിക്കുലർ വെയിറ്റ് 100 ആണ്, കാൽഷ്യം ഓക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് 56 ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ 44. അപ്പോൾ 56 ഗ്രാം കാൽഷ്യം ഓക്സൈഡ്, 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അല്ലെ 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 56 ഗ്രാം കാൽഷ്യം ഓക്സൈഡും 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പൊ വെയിറ്റ് അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ വെയിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വെയിറ്റ് എത്രയാണ് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് 3 കമ്പോണൻസ് ഇവിടെ ഉണ്ടെങ്കിലും ഏതെങ്കിലും 2 എണ്ണം വെച്ച് നമുക്ക് ഇതിന്റെ കോമ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇത് 2 കമ്പോണന്റ്
സിസ്റ്റമാണ്. അപ്പൊ അതിനെയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസ് ബൈ വിച്ച് ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് ഫേസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ്. സിസ്റ്റത്തിൽ ഓരോ ഫേസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് കെമിക്കൽ സ്പീഷീസിനെയാണ് നമുക്ക് കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെയാണ് കമ്പോണന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ നൊട്ടേഷൻ എഫ് എന്ന്, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന മറ്റൊരു മൂന്നാമത്തെ ഒരു ടേം ഉണ്ട്. ഇനി എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേരിയബിൾ സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, കോമ്പോസിഷൻ എക്സെട്ര ബൈ which is required define the system completely. അതായത് ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് വേണ്ട മിനിമം വേരിയബിൾസിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് സിസ്റ്റത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്ര വേരിയബിൾസ് വേണം, മിനിമം എത്ര വേരിയബിൾസ് വേണം, ആ വേരിയബിൾസിനെയാണ് നമ്മൾ എത്ര എണ്ണം വേണോ അത്രയും ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയും. അപ്പൊ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ, കോമ്പോസിഷൻ, അതൊക്കെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പ്രഷർ വേണം, അതിന്റെ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതിന്റെ കോമ്പോസിഷൻ പറയേണ്ടി വരും. അപ്പൊ അതിനെയൊക്കെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എത്ര വേരിയബിൾസ് വേണം, ആ വേരിയബിൾസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു സിസ്റ്റത്തിന് പല ഡിഗ്രി ഓഫ് ഫ്രീഡം ആവാം. എഫ് 0 ആവാം. അതായത് ആ സിസ്റ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ യാതൊരു വേരിയബിൾസും ആവശ്യമില്ല. ആ സിസ്റ്റം അങ്ങനത്തെ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറും പ്രഷറും കോമ്പോസിഷനും ഒക്കെ ഫിക്സ്ഡ് ആവും. അപ്പൊ ആ കേസിൽ ആ സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ പ്രഷറിലൊക്കെ മാത്രമേ ആ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ടെമ്പറേച്ചർ, പ്രഷർ മാറിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം ഡിസ്ട്രോയ് ആവും. അപ്പൊ ആ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു തന്നെ അർത്ഥം ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഇത്രയാണ്, പ്രഷർ ഇത്രയാണെന്ന്, അല്ലെങ്കിൽ കോമ്പോസിഷൻ ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് സിസ്റ്റത്തിന് യാതൊരു വേരിയബിൾസ് അവിടെ പറയേണ്ട ആവശ്യമില്ല. അത് ടെമ്പറേച്ചറോ പ്രഷറോ കോമ്പോസിഷനോ ഒന്നും നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറയും ആ സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണെന്ന് പറയും. സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻവേരിയന്റ് എന്ന്. നമ്മൾ ഇപ്പൊ സിസ്റ്റത്തെ ഒരു ഫേസ് ഉണ്ടെങ്കിൽ അതിന് ഹോമോജീനിയസ് എന്നും, ഒന്നിൽ കൂടുതൽ ഫേസ് ഉണ്ടെങ്കിൽ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് വിളിക്കുമല്ലോ. അതുപോലെ കമ്പോണൻസിന് അനുസരിച്ച് ഒരൊറ്റ കമ്പോണന്റ് ഉണ്ടെങ്കിൽ 1 കമ്പോണന്റ് സിസ്റ്റം എന്ന് പറയും, 2 കമ്പോണന്റ് ഉണ്ടെങ്കിൽ 2 കമ്പോണന്റ് സിസ്റ്റം എന്ന് പറയും, 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ 3 കമ്പോണന്റ് സിസ്റ്റം എന്ന് പറയും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിനെ പറയാം. ഇപ്പൊ ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ. ഇനി ആ സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ ടെമ്പറേച്ചർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പ്രഷർ പറഞ്ഞാൽ മതി. അപ്പൊ ഒന്ന് പറഞ്ഞാൽ മറ്റേത് ഫിക്സ്ഡ് ആവും. അപ്പൊ അങ്ങനത്തെ കേസ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിനെ വിളിക്കുന്നത് യൂണിവേരിയന്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ സിസ്റ്റം യൂണിവേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ഇനി സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെങ്കിൽ ബൈവേരിയന്റ് എന്ന് പറയും. അതായത് നമുക്ക് ചിലപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും അല്ലെങ്കിൽ ടെമ്പറേച്ചറും കോമ്പോസിഷൻ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് 2 എണ്ണം പറയണം. ആ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയി ഡിഫൈൻ ചെയ്യാൻ 2 വേരിയബിൾസിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെന്ന് പറയും. അപ്പൊ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ബൈവേരിയന്റ് നമ്മൾ വിളിക്കും. ഇനി ആ സിസ്റ്റത്തിന് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ നമ്മൾ പറയുന്ന ആ സിസ്റ്റത്തിന് ട്രൈവേരിയന്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. അപ്പൊ അതിനെയാണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് വേരിയബിൾസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പോസിഷൻ വിച്ച് മസ്റ്റ് ബി സ്പെസിഫൈഡ് in order to define the system completely. അപ്പൊ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ട മിനിമം വേരിയബിൾസിന്റെ എണ്ണത്തിനെയാണ്, മിനിമം വേരിയബിൾസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഫേസ് ഇക്വിലിബ്രിയത്തിൽ വരുന്ന 3 ടെർമിനോളജി, 3 ടേംസ് എന്ന് പറയുന്നത്. ഒന്ന് ഫേസ് ഡെഫിനിഷൻ അറിയാം, എന്താണ് വാട്ട് യു മീൻ ബൈ ഡെഫിനിഷൻ ഓഫ് വാട്ട് ഈസ് ദിസ് ഫേസ്. ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫേസ്, ആ സിസ്റ്റത്തിൽ എത്ര ഫേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫേസിനെ ഇൻഡിക്കേറ്റ് നൊട്ടേഷൻ ക്യാപിറ്റൽ P എന്നാണ് ഫേസിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ. രണ്ടാമത്തെ നമ്പർ ഓഫ് കമ്പോണൻസ്. വാട്ട് യു മീൻ ബൈ ദ കമ്പോണൻസ്? ഒരു സിസ്റ്റത്തിലെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ എന്താണ് നിങ്ങൾ പറയണം. ഒരു എക്സാമ്പിൾ, 2-3 എക്സാമ്പിൾ പറയും. അപ്പൊ അതാണ് കമ്പോണൻസ്. കമ്പോണൻസിന്റെ നൊട്ടേഷൻ ക്യാപിറ്റൽ C ആയിട്ടാണ് കൊടുക്കുന്നത്. മൂന്നാമത്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം, ക്യാപിറ്റൽ F ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പൊ സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അനുസരിച്ച് സിസ്റ്റത്തിനെ ഇൻവേരിയന്റ് എന്നോ യൂണിവേരിയന്റോ ബൈവേരിയന്റ് ട്രൈവേരിയന്റ് പോലെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ
ഫേസ് ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്ന. അപ്പൊ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഹെട്രോജീനിയസ് സിസ്റ്റത്തിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കാണ്, സബ്ജക്റ്റ് ആണ് ഈ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിൽ വരുന്ന 3 ടേംസ് ആണ് ഫേസും കമ്പോണൻസും ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ 3 ഡെഫിനിഷൻ നിങ്ങൾ അറിയിക്കുക. വാട്ട് യു മീൻ ബൈ ഫേസ്, വാട്ട് യു മീൻ ബൈ നമ്പർ ഓഫ് കമ്പോണൻസ്, വാട്ട് യു മീൻ ബൈ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇത്രയാണ് ഇത്. ഇതോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു.